നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നാഗങ്ങളിൽ ആദിശേഷനും പക്ഷികളിൽ ഗരുഡനും ദേവന്മാരിൽ സാക്ഷാൽ മഹാവിഷ്ണുവും എപ്രകാരമാണോ അപ്രകാരമാണ് വ്രതങ്ങളിൽ വിശിഷ്ടമായ ഏകാദശി വ്രതം. ഏകാദശേന്ദ്രിയൈ പാപം യത്കൃതം ഭവതി പ്രഭോ ഏകാദശോപവാസന യത് സർവം വിലയം പ്രചേത്. സകല പാപങ്ങളും നശിപ്പിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സകല വിധേനയുള്ള ഈ ജന്മത്തിലുണ്ടായ സകല വിധേനയുള്ള പാപങ്ങൾക്കും ഒരു മോചനം അല്ലെങ്കിൽ മോക്ഷം സിദ്ധിക്കുന്നതിന് നമ്മൾക്ക് സഹായിക്കുന്ന വ്രതം കൂടിയാണ് ഏകാദശി വ്രതം. അതുകൊണ്ട് തന്നെ ഈ വ്രതം എടുക്കാൻ കഴിയുന്നവർ പുണ്യാത്മാക്കളായി ഭഗവാന്റെ കൃപാ കടാക്ഷം സിദ്ധിക്കുന്നവരായി, ഏറെ സിദ്ധിക്കുന്നവർ എന്ന് വേണം പറയാം. ഭഗവാന്റെ സ്നേഹ കൃപാ കടാക്ഷമൊക്കെ സിദ്ധിക്കുന്നവരായി മാറുകയാണ്. ഇനി ഏകാദശി വ്രതത്തിന് പിന്നിലുള്ള ആ ഐതിഹ്യം കൂടി നിങ്ങളുടെ അറിവിലേക്കായി പറയുകയാണ്. ഭഗവാൻ മഹാവിഷ്ണുവിന് മുരാരി എന്ന പേരുമായി ബന്ധപ്പെട്ടതാണ് ഏകാദശി ആരംഭിച്ച ഐതിഹ്യം. മുരൻ എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. ആ അസുരൻ നിമിത്തം ലോകത്തിന് എല്ലാവിധത്തിലും ഭീഷണിയായി മാറുകയായിരുന്നു അവനെ വധിക്കുവാനായി മഹാവിഷ്ണുവിൽ നിന്ന് അതീവ സുന്ദരിയും അതിലുപരി ശക്തിശാലിനിയുമായ ഒരു ദേവി ആവിർഭവിച്ചു. ഈ ദേവി അവതാരം സംഭവിച്ചത് ഏകാദശി ദിനത്തിലായിരുന്നതിനാൽ ആ ദേവിയെ ഏകാദശി ദേവി എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെയാണ് ഭഗവാൻ മഹാവിഷ്ണുവിന് മുരാരി എന്ന നാമം കൂടി ഉണ്ടായത്. അങ്ങനെ ദേവി പ്രത്യക്ഷപ്പെട്ടു, അസുരനെ വധിച്ചു. സന്തുഷ്ടനായ ഭഗവാൻ ഏകാദശി ദേവിയോട് ഇഷ്ടവരം ചോദിക്കുവാൻ ആവശ്യപ്പെട്ടു. ഉടൻ ഏകാദശി ദേവി മറുപടി പറഞ്ഞത് തൻ്റെ പേരിൽ ഒരു വ്രതമുണ്ടാകണമെന്നും ആ വ്രതം എല്ലാ വ്രതങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കണമെന്നതുമാണ്. ആ ആവശ്യം ഭഗവാൻ നിറവേറ്റിക്കൊടുത്തു. അങ്ങനെയാണ് ഏകാദശി വ്രതം ഉണ്ടായത്. അപ്പോൾ ഏകാദശി വ്രതത്തിന് പിന്നിലുള്ള ഐതിഹ്യം ഇതാണ്. ഇനി ഏകാദശി വ്രതം എടുക്കുന്നവർ അവരുടെ ശ്രദ്ധയ്ക്കായി പറയുകയാണ്, നിങ്ങൾ എടുക്കുന്നത് ഏത് വിധേനയാണെങ്കിലും നല്ല ശുദ്ധിയോടും വൃത്തിയോടും കൂടി ചെയ്യുന്നത് വളരെ പുണ്യമായി തന്നെ നിങ്ങൾക്ക് ഭവിക്കുന്നതായിരിക്കും. കാരണം നിങ്ങൾ അത്രത്തോളം ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് അന്നേ ദിവസം ആ എടുക്കുന്ന വ്രതം അത് നിമിത്തം ഭഗവാന്റെ പ്രീതിക്കും അനുഗ്രഹത്തിനും ഐശ്വര്യത്തിനും ഒക്കെ നിങ്ങൾ പാത്രീഭൂതരായി മാറുന്നതാണ്. ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുൻപുണർന്ന് എണ്ണ തേക്കാതെ വേണം കുളിക്കുവാൻ. അതിനുശേഷം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം. സ്വന്തം ഭവനത്തിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അമ്പലത്തിലേക്ക് പോകാനായി പാടുള്ളൂ. അല്ലാതെ കുളിച്ച് ഒരുങ്ങി വേഗം ക്ഷേത്രദർശനം നടത്തണം എന്ന് പറഞ്ഞു പോകരുത്. സ്വന്തം ഗൃഹത്തിൽ ആദ്യം ദീപം തെളിയിക്കുക. ആ ദീപത്തെ കണ്ടു വണങ്ങിയതിന് ശേഷം വേണം അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോകുവാനായി. ഭഗവാൻ വിഷ്ണുവിന് നാളെ 4 പ്രദക്ഷിണം വെച്ച് വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. കൂടാതെ നിങ്ങൾക്ക് കഴിയുന്ന ഏതു വിധേനയുള്ള വഴിപാടുകളും സമർപ്പിക്കാം. തുളസിമാല സമർപ്പിക്കാം. അന്നേ ദിവസം നിങ്ങളുടെ കൈകൊണ്ട് കെട്ടിയ ഹാരം സമർപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. നിങ്ങളുടെ മനോകാമനകളൊക്കെയും പറഞ്ഞുകൊണ്ട് ഭഗവാന് തുളസിമാല ചാർത്താവുന്നതാണ്. തൃക്കൈവെണ്ണ സമർപ്പിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പാൽപ്പായസം സമർപ്പിക്കാവുന്നതാണ്. പുരുഷ സൂക്തം, വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകളിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിപ്പിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ കയ്യിലുള്ള ധനത്തിന് ആവുന്ന വിധം. അതല്ല, എൻ്റെ കയ്യിൽ ഒരു വിധത്തിലുള്ള ധനങ്ങളും ഇല്ല, ഇനി ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം എന്നിലേക്ക് ധനങ്ങൾ എത്തിച്ചേരണം എന്നതാണ് എങ്കിൽ നിങ്ങൾ ആകെ ഒരു തുളസിയിലെങ്കിലും ആ പടിയിലൊന്ന് സമർപ്പിച്ചാൽ മതി. ഏവരുടെ ഭവനത്തിലും കാണുമല്ലോ വൃത്തിയും ശുദ്ധിയുമായി നിങ്ങൾ പരിപാലിക്കുന്ന ഒരു തൈയെങ്കിലും, ഒരു തുളസി തൈയെങ്കിലും അതിൽ നിന്ന് ഒരു ഇതളെങ്കിലും എടുത്ത് നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ ഭഗവാനൊന്ന് സമർപ്പിച്ച് നോക്കൂ. അതായിരിക്കും അദ്ദേഹത്തിൻ്റെ പാതാരബിന്ദങ്ങളിൽ ആദ്യമായി എത്തുന്ന ആ ഒരു നേർച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് തന്നെയായിരിക്കും അദ്ദേഹത്തിനായി ആ നേർച്ചയായി എത്തപ്പെടുന്നത്. അതിൻ്റെ ഫലം നിങ്ങൾക്ക് സിദ്ധിക്കുക തന്നെ. അതായത് ഈ ഒരു ജന്മത്തിലല്ല, വരുന്ന 7 ജന്മങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വരുന്ന തലമുറകൾക്ക് ഒക്കെയും സമ്പദ് സമൃദ്ധിയോടെയും ഐശ്വര്യത്തോടെയും കീർത്തിയോടെയും ജീവിക്കാനുള്ള ഭാഗ്യം കൂടിയായിരിക്കും ഭഗവാൻ നൽകുന്നത്. വ്രതം എടുക്കുന്നതിനോടൊപ്പം വിഷ്ണു സഹസ്രനാമം ജപിക്കാവുന്നതാണ്, ഭഗവത്ഗീത വായിക്കാവുന്നതാണ്, നാരായണീയം, ഭാഗവതം എന്നിവ ഏത് വിധേനയുള്ള ഗ്രന്ഥങ്ങളും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇന്നത്തെ കാലത്ത് ഏവർക്കും അറിയുന്നതാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം മനഃപ്പാഠമായ ആളുകളാണുള്ളത്. കാരണം
ഭഗവാനോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ. പണ്ടൊക്കെയുള്ള അല്ലെങ്കിൽ കഥകളിൽ നിന്നും ഉള്ളതുപോലെയൊന്നുമല്ല. ഇപ്പോൾ ഏവരും വളരെ ഭഗവാന് ഭക്തി വിശ്വാസത്തോടു കൂടിയാണ് ഓരോ ദിനം എഴുന്നേൽക്കുന്നതും വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭഗവത്ഗീത ആയാലും ഭാഗവതമായാലും ഇന്നത്തെ ആളുകൾക്ക് അതൊക്കെ മനഃപ്പാഠമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നാളത്തെ ഒരു ദിവസം നിങ്ങൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പാരായണം ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഫലം നിങ്ങളുടെ തലമുറകൾക്കൊക്കെയും സിദ്ധിക്കുകയും കീർത്തിയും പ്രശസ്തിയും അംഗീകാരത്തോടു കൂടി കഴിയുവാനായും സാധിക്കുന്നതാണ്. ഓം നമോ നാരായണായ എന്ന അഷ്ടോത്തരി മന്ത്രം 108 തവണയോ അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന അത്ര തവണ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. വളരെയേറെ ശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും ഇത് നിമിത്തം സിദ്ധിക്കുന്നത്. അന്നത്തെ ദിവസം അരിയാഹാരം ഉപേക്ഷിക്കണം. അതോടൊപ്പം തന്നെ പകലുറങ്ങുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ ആ ദിവസം അത് കഴിവതുമല്ല അത് തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. പകലുറക്കം പാടില്ല. കലഹം, തർക്കം, വൈരാഗ്യ ചിന്തയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ, അന്യരെ ദ്രോഹിക്കണമെന്ന ചിന്ത, ഇതൊക്കെയും ഉപേക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ മനസ്സുകൊണ്ട് ഭഗവാനോട് അടുക്കുകയാണ്. ആ ഒരു വേളയിൽ നമ്മളുടെ മനസ്സിലേക്ക് അന്യവിധേനയുള്ള ഒരു ചിന്തകളും, അതായത് നമ്മളുടെ ഭാവി എന്താണ്, അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അവരുടെ വിഷമങ്ങളോ, അങ്ങനെ വിധേനയുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ പാടില്ല എന്നാണ്. അതായത് അന്യരെ ദ്രോഹിക്കുന്നതായാലും പാടില്ല, ആരെക്കുറിച്ചുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ പാടില്ല. നിങ്ങളും ഭഗവാനും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനേ ആ ഒരു സമയത്ത് പാടുള്ളൂ. നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തി, അതായത് ഈ വ്രതം എടുക്കുമ്പോൾ അതിൻ്റെ ഫലം സിദ്ധിക്കണമെങ്കിൽ നമ്മൾ ഈ വിധേനയുള്ള ആ ഒരു ചാർട്ടുണ്ടല്ലോ, അതായത് ഇങ്ങനെ കടന്നു പോകണമെങ്കിലേ നമ്മൾക്കതിൻ്റെ ഫലം സിദ്ധിക്കുകയുള്ളൂ എന്ന അറിവോടുകൂടി മാത്രമായി നിങ്ങൾ വ്രതമെടുക്കുവാനായി പാടുള്ളൂ. വ്രതം അനുഷ്ഠിക്കുന്ന ആളുകൾ മനസ്സ വാച കർമ്മണ ദുഷ്കർമ്മങ്ങളൊന്നും തന്നെ ചെയ്യുവാൻ പാടുള്ളതല്ല. ചൂതുകളി, മദ്യപാനം, ദുർജന സംസർഗം, അതോടൊപ്പം തന്നെ മൊബൈൽ നോക്കുക, സിനിമ, നാടകം തുടങ്ങിയ കാര്യങ്ങളൊന്നും കാണുക, ഇങ്ങനെ വിധേനയുള്ള ഒരു കാര്യങ്ങളും വ്രതമെടുക്കുമ്പോൾ ചെയ്യുവാൻ പാടില്ല. നമ്മൾ ഭഗവാനോട് മനസ്സുകൊണ്ട് അത്രയും അടുത്ത് നമ്മളും ഭഗവാനും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഭഗവാനോടുള്ള നമ്മുടെ ആവലാതികൾ, പരാതികൾ, സന്തോഷങ്ങൾ, സങ്കടങ്ങളൊക്കെയും പറയുമ്പോൾ ഇതിന് കൂട്ടായി മറ്റാരും തന്നെ വേണ്ട, നമ്മൾ മാത്രം മതി. അങ്ങനെ നമ്മൾ മനസ്സ് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നൽകുന്ന ആ ഒരു പ്രാർത്ഥനയായിരിക്കും ഭഗവാന് ഏറ്റവും ഇഷ്ടമായ കാര്യം. അപ്പോൾ വ്രതം എടുക്കുന്ന വേളയിൽ ശുദ്ധിയോടുകൂടി ചെയ്യുക. അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന രീതിയിലുള്ള വഴിപാടുകളെല്ലാം കൂടി ചെയ്യണമെന്ന് പറയുന്നില്ല. നിങ്ങളാൽ കഴിയുന്ന ഏറ്റവും എനിക്ക് എളുപ്പമായി ചെയ്യാൻ കഴിയുന്ന തുളസിമാല ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ പാൽപായസം സമർപ്പിക്കാം, തൃക്കൈവെണ്ണ സമർപ്പിക്കാം. അങ്ങനെ വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും നാളെ ചെയ്യുന്നത്, ഏത് കാര്യം ചെയ്താലും അത് ഇരട്ടി ഫലമായി ഭഗവാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ചു നൽകുന്നതാണ്. പിന്നെ വ്രതം എടുത്ത് രാത്രിയാകുമ്പോൾ കഴിവതും നിലത്ത് കിടന്നുറങ്ങുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. പക്ഷേ ഇന്നത്തെ മനുഷ്യരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തണുപ്പൊക്കെ അടിക്കുമ്പോൾ അത് ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കുക. അത് പറ്റുന്നവർ ചെയ്യുക എന്ന് മാത്രം. അല്ലാതെ പക്ഷം വളരെ വൃത്തിയോടും ശുദ്ധിയോടും മനസ്സുകൊണ്ട് ഭഗവാനോട് ചേർന്ന് വ്രതം എടുത്തു നോക്കൂ. നിങ്ങളുടെ 7 തലമുറയ്ക്ക് എല്ലാവിധ ഭാഗ്യത്തോടും സമ്പദ് സമൃദ്ധിയോടും കീർത്തിയോടും, അതിലൊക്കെ അപ്പുറം എന്ന് പറയാൻ കീർത്തിയോടും ഐശ്വര്യത്തോടു കൂടിയും വാഴുവാൻ ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ്. നന്ദി.